ലോകത്തെ ഊർജ്ജ വിപണിയുടെ ശ്വാസനാളമെന്നാണ് ഹോർമൂസ് കടലെടുക്ക് അറിയപ്പെടുന്നത്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന അസംസ്കൃത എണ്ണയുടെ 20% ഒഴുകുന്നത് ഒമാനും ഇറാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുണ്ടാകുന്ന ചെറിയൊരു ചലനം പോലും ആഗോള സാമ്പത്തിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾക്കും ഔദ്യോഗിക വാർത്താ ഏജൻസികൾക്കുമപ്പുറം ഹോർമൂസ് കടലിടുക്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം തേടി അമേരിക്കൻ നിക്ഷേപ ഗവേഷക സ്ഥാപനമായ സിട്രിനി റിസർച്ച് നടത്തിയ അതിസാഹസികമായ ഒരു രഹസ്യ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു അണ്ടർ കവർ അനലിസ്റ്റിനെ നേരിട്ടയച്ച് അവർ നടത്തിയ ഈ നീക്കം ഹോർമൂസിനെ കുറിച്ചുള്ള ലോകത്തിൻ്റെ പൊതുധാരണകളെ പാടെ തിരുത്തി കുറിക്കുന്നതാണ്. ഈ രഹസ്യ ദൗത്യത്തിനായി സിട്രിനി റിസർച്ച് തെരഞ്ഞെടുത്തത് അനലിസ്റ്റ് 3 എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിദഗ്ധനെയായിരുന്നു. പല ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ ഗിയറുമായാണ് ഇറാൻ അതിർത്തിക്കടുത്തുള്ള ഈ തന്ത്രപ്രധാനമായ മേഖലയിലെത്തിയത്. യാത്രക്കിടയിൽ ഒരു ചെക്ക് പോയിന്റിൽ വെച്ച് കടുത്ത സുരക്ഷാ പരിശോധനയ്ക്ക് ഇദ്ദേഹം വിധേയനായി. പരുക്കൻ പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച പെലിക്കൻ കേസ് ആയിരുന്നു പരിശോധനയുടെ പ്രധാന കേന്ദ്രം. വിലപിടിപ്പുള്ള ക്യാമറകളും സെൻസറുകളും കൊണ്ടുപോകാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഈ പെട്ടി തുറന്ന ഉദ്യോഗസ്ഥൻ അതിലുണ്ടായിരുന്ന സാധനങ്ങൾ ഓരോന്നായി പരിശോധിച്ചു. ഒരു പ്രൊഫഷണൽ ജിംബൽ, മൈക്രോഫോൺ സെറ്റ് എന്നിവ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയെങ്കിലും അതിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന റെക്കോർഡിംഗ് ഗ്ലാസുകൾ തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ വെറുമൊരു സൺഗ്ലാസ് എന്ന് തോന്നിപ്പിക്കുന്ന ആ ഉപകരണം പക്ഷേ കടലിടുക്കിലെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കാൻ പാകത്തിനുള്ളതായിരുന്നു. ആ പരിശോധന വിജയകരമായി പൂർത്തിയാക്കിയതോടെ ലോകം കാണാത്ത ഹോർമൂസിന്റെ ഉള്ളറകളിലേക്ക് അനലിസ്റ്റ് 3 യാത്ര തുടർന്നു. പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് GPS പോലുമില്ലാത്ത ഒരു ചെറിയ സ്പീഡ് ബോട്ടിലാണ് അനലിസ്റ്റ് 3 ഹോർമൂസ് കടലിടുക്കിൻ്റെ മധ്യഭാഗത്തേക്ക് യാത്ര തിരിച്ചത്. ഇറാൻ തീരത്തു നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ഈ പ്രദേശം അതീവ സുരക്ഷാ മേഖലയാണ്. ആകാശത്ത് ഇറാന്റെ അത്യാധുനിക ഷാഹദ് ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ദൂരെയായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പെട്രോൾ ബോട്ടുകൾ പെട്രോളിംഗ് നടത്തുന്നത് കാണാമായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ വെറുമൊരു സാധാരണ മത്സ്യബന്ധന ബോട്ടിൻ്റെ മറവിൽ നടത്തിയ ആ യാത്ര വലിയൊരു റിസ്ക് തന്നെയായിരുന്നു. യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഇദ്ദേഹത്തെ കോസ്റ്റ് ഗാർഡ് തടയുകയും ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു. തൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോട്ടോകളും കുറിപ്പുകളും നഷ്ടപ്പെട്ടെങ്കിലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം തിരികെ എത്തിയ അനലിസ്റ്റ് 3 തൻ്റെ മനസ്സിൽ കുറിച്ചിട്ട വിവരങ്ങൾ സിട്രിനി റിസർച്ചിന് കൈമാറി. ആ 8 മണിക്കൂർ നീണ്ട റിപ്പോർട്ടിങ്ങിലൂടെയാണ് ഹോർമൂസിലെ നിഗൂഢമായ കാര്യങ്ങൾ ലോകമറിഞ്ഞത്. ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചിട്ടിരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അത് പൂർണ്ണമായും തുറന്നു കിടക്കുകയാണെന്നോ ഉള്ള ലളിതമായ നിഗമനങ്ങളെ ഈ റിപ്പോർട്ട് തള്ളിക്കളയുന്നു. പകരം അവിടെ ഇറാൻ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു നിഴൽ നാവിഗേഷൻ ഭരണകൂടം തന്നെയാണ്. ലാരക്, ഖിഷം ദ്വീപുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇറാൻ അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വിദേശ കപ്പലിനും ഇപ്പോൾ സ്വതന്ത്രമായി ഈ ജലപാത കടന്നുപോകാൻ കഴിയില്ല. കപ്പലിൻ്റെ ഉടമസ്ഥാവകാശം, അതിൽ കയറ്റിയിരിക്കുന്ന ചരക്കിൻ്റെ വിവരങ്ങൾ, ജീവനക്കാരുടെ ലിസ്റ്റ് എന്നിവ മുൻകൂട്ടി ഇറാന് കൈമാറണം. ഇതിനായി പ്രത്യേക ഇടനിലക്കാരെയും ഇറാൻ നിയോഗിച്ചിട്ടുണ്ട്. ഇത് വെറുമൊരു സുരക്ഷാ പരിശോധനയല്ല, മറിച്ച് ഒരുതരം പേ ടു പ്ലേ മോഡലാണ്. തുർക്കി എങ്ങനെയാണോ ബോസ്ഫറസ് കടലെടുക്ക് നിയന്ത്രിക്കുന്നത്, അതിനേക്കാൾ കടുത്ത രീതിയിൽ ഹോർമൂസിനെ സ്വന്തം പരമാധികാര പരിധിയിലുള്ള ഒരു സ്വകാര്യ ചാനലായി ഇറാൻ മാറ്റിയിരിക്കുന്നു. നിശ്ചിത ട്രാൻസിറ്റ് ഫീസ് നൽകുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായ അകമ്പടി സേവിക്കാൻ ഇറാൻ തയ്യാറാകുന്നു. അല്ലാത്തവർ നട്ടുച്ച വെയിലിൽ ദിവസങ്ങളോളം അനുമതിക്കായി കാത്തുകിടക്കേണ്ടി വരുന്നു. അമേരിക്കൻ സൈന്യം കടലിടുക്കിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നുണ്ടെങ്കിലും മറ്റു പല രാജ്യങ്ങളും ഇറാന്റെ ഈ പുതിയ നിയമങ്ങളുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് സത്യം. അമേരിക്കൻ സൈന്യം കടലിടുക്കിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നുണ്ടെങ്കിലും മറ്റു പല രാജ്യങ്ങളും ഇറാന്റെ ഈ പുതിയ നിയമങ്ങളുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജപ്പാൻ, ഫ്രാൻസ്, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനുമായി രഹസ്യമായി ചർച്ചകൾ നടത്തിവരുന്നു. തങ്ങളുടെ ഓയിൽ ടയറുകൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകാൻ അവർ ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെതിരെ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യങ്ങൾ നടത്തുന്ന സമാന്തര നയതന്ത്രം വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ കപ്പൽ ഗതാഗതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൂറ്റൻ ക്രൂഡ് ഓയിൽ കപ്പലുകൾക്ക് പകരം വലിപ്പം കുറഞ്ഞ LPG കപ്പലുകളും ചെറിയ ടാങ്കറുകളുമാണ് ഇപ്പോൾ കൂടുതലായി ഈ വഴി കടന്നു പോകുന്നത്. അപകട സാധ്യത കുറയ്ക്കാനും പെട്ടെന്ന് നീങ്ങാനും ഇത് സഹായിക്കുന്നു. ഇത് ചരക്ക് നീക്കത്തിൻ്റെ ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുമുണ്ട്.
സിഡ്നി റിസർച്ചിന്റെ ഈ കണ്ടെത്തലുകൾ നിക്ഷേപകർക്കും ഊർജ്ജ നിരീക്ഷകർക്കും നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. ഹോർമൂസ് കടലിടുക്ക് ഇനി പഴയതുപോലെ ഒരു സ്വതന്ത്ര ജലപാതയായിരിക്കില്ല. ഇന്ധനവിലയിലെ വർധനവിനേക്കാൾ ഉപരിയായി ഗതാഗത നിരക്കുകൾ ഉയർന്ന നിലയിൽ തന്നെ തുടരും. ഇറാൻ അവിടെയൊരു നിയന്ത്രിത അരാജകത്വം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പൂർണ്ണമായി അടച്ചുപൂട്ടിയാലുണ്ടാകുന്ന അന്താരാഷ്ട്ര തിരിച്ചടികൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഓരോ തുള്ളി എണ്ണയുടെ മേലും തങ്ങളുടെ നിയന്ത്രണം ഉറപ്പിക്കാൻ ഇറാന് സാധിച്ചിരിക്കുന്നു. 2026 തുടക്കത്തിൽ എത്തി നിൽക്കുമ്പോൾ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇത് തന്നെയാണ്. ഊർജ്ജ സുരക്ഷ എന്നത് ഇനിയൊരു ഉറപ്പുള്ള കാര്യമല്ല, മറിച്ച് ദിവസേന മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രപ്രധാന വിലപേശലായി മാറിയിരിക്കുന്നു. ഈ രഹസ്യ ദൗത്യം തെളിയിക്കുന്നത് ഉപഗ്രഹങ്ങൾക്കും AI സാങ്കേതിക വിദ്യകൾക്കും അപ്പുറം നേരിട്ടുള്ള നിരീക്ഷണം ഇന്നും എത്രമാത്രം പ്രസക്തമാണ് എന്നാണ്. ഹോർമൂസ് കടലിടുക്കിലെ യഥാർത്ഥ ചിത്രം കറുപ്പോ വെളുപ്പോ അല്ല, മറിച്ച് വളരെ ചിലവേറിയതും സങ്കീർണവുമായ ഒരു ചാരനിറമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം വെറും സൈനിക നീക്കങ്ങളിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് കടലിലെ ടോൾ ബൂത്തുകളിലൂടെയും രഹസ്യ നയതന്ത്ര ചർച്ചകളിലൂടെയും ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കുന്നുവെന്നും സിഡ്നി റിസർച്ചിന്റെ അനലിസ്റ്റ് 3 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ധനത്തിനായി ലോകം ഈ കടലിടുക്കിനെ ആശ്രയിക്കുന്ന കാലത്തോളം ഹോർമൂസിലെ ഈ ഗിംബൽ ഗാംബിറ്റ് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ കളിയായി അങ്ങനെ തുടരും. നമ്മുടെ വാഹനങ്ങളിൽ നിറയ്ക്കുന്ന ഇന്ധനത്തിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത് കേവലം വിപണിയിലെ ഡിമാൻഡ് അനുസരിച്ചല്ല, മറിച്ച് ഹോർമൂസിലെ ഈ നിഴൽ ഭരണകൂടത്തിൻ്റെ അനുമതി പത്രങ്ങൾ കൂടി പരിഗണിച്ചാണെന്ന തിരിച്ചറിവ് ഓരോ ഉപഭോക്താവിനും പ്രധാനമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.